ഡിഫൻസീവ് ലൈനിനെ പറ്റിയിട്ടും പലപ്പോഴും ഡിസ്കഷൻസ് ഉണ്ട്. കാരണം ഫുൾ ബാക്കുകൾ എന്ന് പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് ബ്രസീലിന്റെ കോറായിരുന്നു. ഒരു സൈഡിൽ ഡാനി ആൽവസും മറ്റൊരു സൈഡ് മാർസലോയും കളിക്കുമ്പോൾ അതിനു ആ ഒരു കാഫുവും കാർലോസും കളിക്കുന്നത്. അപ്പോൾ അത്ര ഒരു സ്ട്രോങ് ലെഗസി ഉള്ള ഒരു പൊസിഷൻ ആയിരുന്നു ആ വിങ് ബാക്സ് എന്നുള്ളത്. നിലവിലേക്ക് നോക്കുമ്പോൾ വെസ്ലിയെ പോലുള്ള താരങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ മെഡർ മിലിറ്റാവോ ക്യാരി എന്ന് വിചാരിച്ച റൈറ്റ് ബാക്ക് പൊസിഷനാണ്. പക്ഷെ ആൾ പരിക്കാരൻ പുറത്തിരിക്കുമ്പോൾ വെസ്ലിയെ പോലുള്ള ഒരു സോ കോൾഡ് പ്ലെയേഴ്സൊക്കെയാണ് ആ ഒരു പൊസിഷൻ ക്യാരി ഓവർ ചെയ്യുന്നത്. ഡിഫൻസീവ് എത്രത്തോളം സ്ട്രോങ് ആണ് ബ്രസീൽ? ഡിഫൻസ് പിന്നെ ആൻസ്ലോട്ടിക്ക് ഒരു ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യാൻ അറിയാം. അത് മിക്ക ഇറ്റാലിയൻ കോച്ചസും ആദ്യം പഠിക്കേണ്ട ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബാക്ക് ഫോർ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നാണ് അവർ നോക്കുക. പക്ഷെ ഇതിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ടീംസ് ഇപ്പോൾ 2002 അവർ അവസാനം ലോകകപ്പ് ജയിച്ചപ്പോൾ ബാക്ക് 3 വെച്ചിട്ട് റോക്കി ജൂനിയർ, എഡ്മിൽസൺ, ലൂസിയോ ഒരു ബാക്ക് 3 വെച്ചിട്ടാണ് ജയിച്ചത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ള സെൻറ്റർ ബാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇല്ല ശരിക്കും. അതിപ്പോൾ ബാക്കി ടീമുകൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ ബ്രസീൽ അനൗൺസ് ചെയ്ത ഏകദേശം അതേ സമയത്താണ് പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് വരുന്നത്. അപ്പോൾ ആ മിഡ്ഫീൽഡും ആ ഡിഫൻസും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്.